പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിസ്റ്റ്. മറ്റ് ധ്യാനങ്ങളെ അപേക്ഷിച്ച് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ധ്യാനത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് PLR. അതിനാൽ PLR ധ്യാനം ചെയ്യാൻ തയ്യാറാവേണ്ടതുണ്ട്. ചില നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഏതാണ്ട് 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം ധ്യാനത്തിന് എടുത്തേക്കാം. അത്രയും സമയം ഇടയിൽ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക. ധ്യാനം തുടങ്ങിയാൽ അവസാനിക്കുന്നതുവരെ പൂർണ്ണ ശ്രദ്ധ ആവശ്യമാണ്. റൂമിനകത്ത് വാതിൽ ലോക്ക് ചെയ്യുന്നതാണ് നല്ലത്. വാഹനങ്ങളിൽ വെച്ചോ മറ്റ് പൊതുസ്ഥലങ്ങളിൽ വെച്ചോ ചെയ്യുന്നത് അഭികാമ്യമല്ല. വീടിനകത്ത് വാതിലടച്ച് ചെയ്യുമ്പോഴും പുറത്തുനിന്നും ആരും വാതിൽ മുട്ടുകയോ കോളിംഗ് ബെൽ അടിക്കുകയോ അതേപോലെ മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാവുകയോ ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഫോണിലാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ ഇടയിൽ കോളുകൾ വരില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള യാത്രയാണ്. നിങ്ങളുടെ പൂർവജന്മങ്ങളിലെ പല കാഴ്ചകളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വരാം. ഒരുപക്ഷെ പൂർവജന്മങ്ങളിലെ മരണാനുഭവങ്ങളിലൂടെയും സഞ്ചരിക്കാം. എന്നാൽ അതൊന്നും ഒട്ടും പേടിക്കേണ്ടതില്ല. ഇത് യാതൊരു തരത്തിലുള്ള പ്രതികൂലമായ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോ മനസ്സിലോ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ പൂർവജന്മങ്ങളിലെ പല കാഴ്ചകളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വരാം. ഒരുപക്ഷെ പൂർവജന്മങ്ങളിലെ മരണാനുഭവങ്ങളിലൂടെയും സഞ്ചരിക്കാം. അതൊന്നും ഒട്ടും പേടിക്കേണ്ടതില്ല. യാതൊരു തരത്തിലും നിങ്ങളുടെ ജീവിതത്തെയോ മനസ്സിനെയോ പ്രതികൂലമായി ഈ ധ്യാനം ബാധിക്കുകയില്ല. ഈ ജന്മം നിങ്ങൾ അനുഭവിക്കുന്ന പല ഉത്കണ്ഠകളുടെയും സ്ട്രെസ്സിൻ്റെയും കാരണം പൂർവജന്മങ്ങളിൽ എവിടേക്കെയോ പൂർണ്ണമാകാതെ വന്ന വികാരങ്ങളായിരിക്കാം. റിഗ്രഷനൊപ്പം തന്നെ അതെല്ലാം ഹീൽ ചെയ്യപ്പെടുകയും നിങ്ങൾ റിഗ്രഷനിൽ നിന്നും ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പൂർണ്ണമായും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഭാവിയിൽ ഉണ്ടാവില്ലെന്നത് ഉറപ്പാണ്. ഈ ധ്യാനത്തിനിടയിൽ 2 സ്ഥലത്ത് വേണമെങ്കിൽ ധ്യാനം അവസാനിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ധ്യാനം ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടിയോ ഒരാളുടെ സാന്നിധ്യത്തിലോ ഈ ധ്യാനം പരിശീലിക്കാം. യാതൊരു കാരണവശാലും അദ്ദേഹത്തോട് നിങ്ങളെ തൊടുകയോ കുലുക്കി വിളിക്കുകയോ ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുക. റിഗ്രഷൻ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ മുഖഭാവത്തിൽ ശക്തമായ വികാരവിക്ഷേപങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചെവിയുടെ അടുത്തു വന്ന്
റിലാക്സ്, റിലാക്സ് എന്ന് സാവധാനം പറയുക മാത്രമേ ചെയ്യാവൂ എന്ന് സഹായിയോട് നേരത്തെ വ്യവസ്ഥ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ റിഗ്രഷന് മുമ്പായി ശ്രദ്ധിക്കുമല്ലോ. റിഗ്രഷന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ റിഗ്രഷനിൽ നിന്നും ലഭിക്കുന്ന മെസ്സേജുകളിൽ എന്തെങ്കിലും സംശയമുണ്ടാവുകയാണെങ്കിൽ ഫോണിലോ വാട്സപ്പ് വഴിയോ ജിമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അക്കാഡമി ഫോർ ഹോളിസ്റ്റിക് ട്രെയിനിങ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുകയാണ്. drSREENATACARAYATACDEMY എന്ന മെയിൽ ID-യിലോ 99 46 740888 9946740888 എന്ന നമ്പറിൽ വാട്സപ്പിലോ നേരിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. റിഗ്രഷന് മുമ്പും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിഗ്രഷന് തയ്യാറാവാം. ഏറ്റവും സ്വസ്ഥമായി കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. നാം പൂർവജന്മങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അടുത്ത 1 മണിക്കൂർ സമയം നമ്മൾ ധ്യാനത്തിലാണ്. ശരീരത്തിൻ്റെ പൂർണ്ണമായ അനുവാദം ശരീരത്തോട് ചോദിക്കൂ. നമുക്ക് ഈ ശരീരം തന്ന നമ്മുടെ മാതാപിതാക്കളോട് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് മനസ്സുകൊണ്ട് ഈ ധ്യാനത്തിനായി അനുവാദം ചോദിക്കൂ. നിങ്ങളുടെ പൂർവജന്മങ്ങളിലേക്ക് നയിക്കാനും സത്യസന്ധമായി നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങൾ അറിയാനും ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും മാറി ഏറ്റവും സമ്പന്നമായ സമൃദ്ധമായ ജീവിതം ലഭിക്കുന്നതിനും വേണ്ടി മഹാഗുരുക്കന്മാരോട് സ്പിരിറ്റിനോട് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ചു വയ്ക്കുക. ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കൂ. നൗ ഫോക്കസ് ഓൺ യുവർ ബ്രീതിങ്. നിങ്ങൾ ദീർഘമായി ശ്വാസം അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. Now you are breathing deep and regular. 5 തവണ ദീർഘമായി ശ്വസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യൂ. Take 5 deep relaxing breath. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുക്കുകയും വായിലൂടെ പൂർണ്ണമായും പുറത്തേക്ക് വിടുകയും ചെയ്യുക.
ഓരോ നിശ്വാസത്തിലും നിങ്ങളുടെ ഉള്ളിലെ വേദനകളെയും അസ്വസ്ഥതകളെയും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങൾ പ്രകൃതിയിലെ സമാധാനത്തെയും ഊർജത്തെയും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലേക്കുള്ള വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു. നിങ്ങളിപ്പോഴും ദീർഘമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അകത്തേക്കെടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങളിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞു വരുന്നു. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങൾ ശരീരത്തിൻ്റെ വേദനകളെ, മനസ്സിൻ്റെ അസ്വസ്ഥതകളെ ശക്തമായി പുറന്തള്ളുന്നു. എടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങളുടെ ജീവനാണ്. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും നിങ്ങളുടെ മരണമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കലാണ്. ഈ ജീവിതത്തിൽ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ദീർഘശ്വാസം പുറത്തേക്ക് വിടലാണ്. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുന്നതിൻ്റെയും പുറത്തേക്ക് വിടുന്നതിൻ്റെയും ഇടയിലുള്ള കാലമാണ് നിങ്ങളുടെ ജീവിതം. ഇപ്പോൾ നിങ്ങളുടെ മാംസപേശികൾ പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ മൂർധാവ് മുതൽ കാൽപാദം വരെയുള്ള ഓരോ അവയവങ്ങളും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തെയും മാംസപേശികൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ, കാതുകൾ, കവിളുകൾ, മൂക്ക് എന്നിവ ആഴത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കഴുത്തിലെയും തോൾ ഭാഗത്തുള്ളയും ഇടുപ്പിലെയും എല്ലുകൾ പൂർണ്ണമായും വിശ്രമിക്കുന്നു. നിങ്ങളുടെ കൈകളെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നിങ്ങളുടെ വയറിനെയും വയറിനകത്തുള്ള എല്ലാ അവയവങ്ങളെയും പൂർണ്ണമായും വിശ്രമിക്കാൻ അനുവദിക്കൂ. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. നിങ്ങളുടെ ശ്വാസഗതി വളരെ ആഴത്തിൽ നിങ്ങളെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ ദീർഘശ്വാസത്തിലും നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാലുകളും നിങ്ങളുടെ ശരീരവും പൂർണ്ണമായും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഭാരം നിങ്ങൾക്കിപ്പോൾ തറയിൽ വയ്ക്കാവുന്നതാണ്. ഒരു ദിവ്യമായ പ്രകാശം, വെളിച്ചം നിങ്ങളുടെ
തലയ്ക്ക് മുകളിൽ വരുന്നതായി സങ്കൽപ്പിക്കൂ. ആ വെളിച്ചം നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് പ്രവേശിക്കുന്നു. ആ വെളിച്ചത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം കൊടുക്കാവുന്നതാണ്. ആ സുന്ദരമായ വെളിച്ചം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോ അവയവങ്ങളും, ഓരോ മാംസപേശിയും, ഓരോ കോശങ്ങളും പൂർണ്ണമായും വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം എല്ലാത്തരം വേദനകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുന്നു. ആ ദിവ്യപ്രകാശം നിങ്ങളുടെ വിശ്രമത്തെ വീണ്ടും വീണ്ടും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളിപ്പോൾ വളരെ ആഴത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു. ആ ദിവ്യപ്രകാശം നിങ്ങളുടെ തലയിൽ നിന്നും നെറ്റിയിലൂടെ നിങ്ങളുടെ മുഖത്തേക്ക് മുഴുവൻ വ്യാപിക്കുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഇരു കണ്ണുകളിലും പ്രകാശം നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തൂടെ, താടിയിലൂടെ ആ ദിവ്യമായ പ്രകാശം താഴേക്ക് പ്രവഹിക്കുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിൽ വിശ്രമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ കഴുത്തിലൂടെ, തോളുകളിലൂടെ, മുതുകിലേക്ക് പ്രകാശിക്കുന്നു. നിങ്ങളുടെ കഴുത്തിലെ എല്ലാ പേശികളും കോശങ്ങളും ആഴത്തിൽ വിശ്രമിക്കുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ കൈകളിലേക്കും കാലുകളിലേക്കും പരക്കുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ എല്ലാ പേശികളെയും, ഞരമ്പുകളെയും, കോശങ്ങളെയും വിശ്രമിപ്പിക്കുകയും എല്ലാത്തരം വേദനകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ രക്തത്തിലൂടെ ഞരമ്പുകൾ വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്നിരിക്കുന്നു. ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ കോശങ്ങളിൽ സുന്ദരമായി പ്രകാശിക്കുന്നു. ഇപ്പോൾ ആ വെളിച്ചം നിങ്ങളുടെ നട്ടലിനകത്തുള്ള സുഷുമ്നാ നാഡിയിലേക്ക് പരക്കുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ തലച്ചോറിൽ നിന്നും സുഷുമ്നാ നാഡിയുടെ അഗ്രഭാഗം വരെ ആ പ്രകാശപൂരിതമാണ്. ആ വെളിച്ചം നിങ്ങളുടെ സകല നാഡീ ഞരമ്പുകളെയും കോശങ്ങളെയും പൂർണ്ണമായും ദീപ്തമാക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോഴും വളരെ ആഴത്തിൽ വിശ്രമിക്കുകയാണ്. നിങ്ങൾ അതിസുന്ദരമായ സമാധാനത്തിൻ്റെ അനുഭൂതിയിലാണ്.
നിങ്ങൾ ആ ദിവ്യപ്രകാശത്തിൽ പൂർണ്ണമായും നിമഗ്നനായിരിക്കുന്നു. നിങ്ങൾ വളരെ സമാധാനത്തിലാണ്. അതിസുന്ദരമായ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലെ വലയം ചെയ്യുന്നതായി തിരിച്ചറിയൂ. ആ വെളിച്ചം നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു. ഞാനിപ്പോൾ 5 മുതൽ 1 വരെ എണ്ണാൻ തുടങ്ങുകയാണ്. ഓരോ സംഖ്യ പറയുമ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ 1 എന്ന സംഖ്യയിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ സമ്പൂർണ്ണ വിശ്രമത്തിൽ ലയിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് സമയത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിധിയിൽ നിന്നും മുക്തമായിരിക്കും. നിങ്ങൾ ടൈമിനും സ്പേസിനും അപ്പുറത്തായിരിക്കും. നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ പൂർവജന്മങ്ങൾ എല്ലാം ഓർക്കാൻ സാധിക്കും. 5 നിങ്ങൾ അത്യധികം സമാധാനത്തിൽ വിശ്രമിക്കുകയാണ്. 4 നിങ്ങൾ വീണ്ടും വീണ്ടും ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 3 നിങ്ങളിപ്പോൾ ഗാഢമായ വിശ്രമത്തിലാണ്. 2 നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. 1 നിങ്ങളിപ്പോൾ ശുദ്ധബോധമായിരിക്കുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണമായ വിശ്രമാവസ്ഥയിലാണ്. ഇപ്പോഴോ കുറച്ചു സമയത്തിനു ശേഷമോ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. നിങ്ങൾ പൂർണ്ണമായ സന്തുലിതാവസ്ഥയിൽ തന്നെയാണുള്ളത്. ഉണരുന്ന നിങ്ങൾ പൂർണ്ണമായും വിശ്രമത്തിലായിരിക്കും. നിങ്ങൾക്ക് ഒരു അനിർവചനീയമായ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. നിങ്ങൾ റിഗ്രഷൻ തുടരുന്നുവെങ്കിൽ മുന്നോട്ട് പോവുക. ഒരു സുന്ദരമായ ഗോവണിയിലൂടെ താഴേക്കിറങ്ങുന്നതായി സങ്കല്പിക്കുക. ഒരു പിരിയൻ ഗോവണിയിലൂടെ നിങ്ങൾ താഴേക്കിറങ്ങുകയാണ്. നിങ്ങൾ സാവധാനം ഓരോ സ്റ്റെപ്പും വെച്ച് താഴേക്ക് 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 ഇറങ്ങുകയാണ്.
ആ ഗോവണിയുടെ ഏറ്റവും താഴെ നല്ല വെളിച്ചത്തിൽ പുറത്തേക്ക് ഒരു വഴി കാണാം. നിങ്ങളിപ്പോൾ പൂർണ്ണമായ വിശ്രമത്തിലും സമാധാനത്തിലുമാണ്. നിങ്ങൾ ആ വാതിലിനരികിലേക്ക് നടന്നെടുക്കുകയാണ്. നിങ്ങൾ പിരിയൻ ഗോവണി ഇറങ്ങി ഒരിടനാഴിയിലൂടെ ആ വാതിലിനടുത്തേക്ക് നടന്നെടുക്കുകയാണ്. ഓരോ അടി വെച്ച് നിങ്ങൾ നടന്നെടുക്കുകയാണ്. നിങ്ങളിപ്പോൾ സമയത്തിനും അന്തരീക്ഷത്തിനും മുകളിലാണ്. നിങ്ങളിപ്പോൾ ടൈമിനും സ്പേസിനും അപ്പുറത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിൽ സംഭവിച്ചതെല്ലാം ഓർക്കാൻ കഴിയുന്നു. നിങ്ങളതാ ആ വാതിലിനടുത്തെത്തിയിരിക്കുന്നു. നിങ്ങളതാ വാതിലിൽ കടന്ന് വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ മറ്റൊരു സമയത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബോധമനസ്സിനെ ഈ ജീവിതത്തിലെയോ മറ്റേതെങ്കിലും ജീവിതത്തിലെയോ ഒരു സമയം തിരഞ്ഞെടുക്കാൻ അനുവദിക്കുക. നിങ്ങൾ മറ്റൊരു സമയത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. ഏതെങ്കിലും സംഭവം, ഏതെങ്കിലും തീവ്രമായ വികാരം, ഏതെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക്, മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ വേഷം തിരിച്ചറിയാൻ ശ്രമിക്കൂ. നിങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ. നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു? ഇപ്പോൾ പകലാണോ രാത്രിയാണോ എന്ന് നോക്കൂ. നിങ്ങൾ അകത്താണോ പുറത്താണോ? നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ദിവസമോ വർഷമോ കാണാൻ കഴിയുന്നുണ്ടോ? ചുറ്റിലേക്ക് നോക്കൂ. അവിടുത്തെ ഭൂപ്രകൃതി, ചെടികൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവ ശ്രദ്ധിക്കൂ. അവിടെ മനുഷ്യരുണ്ടോ? മനുഷ്യരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ ശ്രമിക്കൂ. അവർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിക്കൂ. ആ കാലത്തെ, ആ സമയത്തെ തിരിച്ചറിയുവാൻ സമയം ചിലവഴിക്കൂ. നിങ്ങളെ ചുറ്റിലുമുള്ള എല്ലാ കാഴ്ചകളെയും നിരീക്ഷിക്കൂ. ഏതാണ് സ്ഥലം, ഭാഷ, കാലഘട്ടം, ചുറ്റിലുമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വികാരം എല്ലാം ശ്രദ്ധിക്കൂ.
സമയത്തിൻ്റെ പുറകിലേക്കും മുമ്പിലേക്കും സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകളിൽ ഒഴുകി നടക്കാം. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് മാറി നിന്ന് കാണുക. അല്ലെങ്കിൽ വളരെ സാവധാനം നിങ്ങൾക്ക് ഈ ജന്മത്തിലേക്ക് തിരിച്ച് വരാം, ബോധവാനാവാം. നിങ്ങളുടെ മറ്റൊരു ജന്മത്തിലേക്കോ മറ്റൊരു സമയത്തിലേക്കോ നിങ്ങൾക്ക് ഇപ്പോൾ പോവാവുന്നതാണ്. അവിടെയും എന്തൊക്കെയാണ് കാണുന്നത്, ആരൊക്കെയാണ്, നിങ്ങളുടെ പ്രായം, ജോലി, വേഷം എല്ലാം ശ്രദ്ധിക്കൂ. ആ കാലയളവിൽ നിങ്ങൾക്കുണ്ടായ ശക്തമായ അനുഭവങ്ങളെ, വേദനകളെ കാണാനും അനുഭവിക്കാനും ശ്രമിക്കൂ. മറ്റൊരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടും നിങ്ങൾക്കിപ്പോൾ അതിന് സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കൂ. അതിൻ്റെ പൊരുൾ എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും
നിങ്ങൾക്ക് എന്തോ ചില മെസ്സേജുകൾ തന്നുകൊണ്ടിരിക്കുന്നു. ആ മെസ്സേജുകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കൂ. ഈ ജീവിതത്തിലുള്ള ഏതെങ്കിലും ആളുകൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ ചുറ്റിലും കാണുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിലെ, നിങ്ങളുടെ ബന്ധത്തിലെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ, സാമ്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഈ ജന്മത്തിലെ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ കാണുന്നുവോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോവുക. നിങ്ങളുടെ മരണം അനുഭവിച്ചറിയുവാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ശരീരത്തിനു മുകളിൽ വേറിട്ട് നിൽക്കൂ. ആ ജീവിതത്തിൽ നിന്നും എന്ത് പാഠമാണ് നിങ്ങൾ പഠിച്ചതെന്ന് തിരിച്ചറിയൂ. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. അടുത്ത ഒരു നിമിഷത്തിൽ ഞാൻ 1 മുതൽ 5 വരെ എണ്ണും. 5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കണ്ണുകൾ തുറന്നുകൊണ്ട് നിങ്ങൾക്കുണരാം. പൂർണ്ണമായ സന്തോഷത്തിൽ, പൂർണ്ണമായ ദേശകാലബോധത്തോടെ നിങ്ങൾ ഉണർന്നു വരാം. 1. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പേശികളും നാഡീഞരമ്പുകളും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. 2. പതുക്കെ പതുക്കെ ഉണരാൻ ശ്രമിക്കൂ. നിങ്ങൾ ആനന്ദത്തിലാണ്. നിങ്ങൾ അതിസുന്ദരമായ ഒരവസ്ഥയിലാണ്. 3. നിങ്ങൾ ഉണരുകയാണ്. നിങ്ങൾ പൂർണ്ണമായും ബോധാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 4. നിങ്ങൾ ബോധത്തിലേക്ക് വന്നിരിക്കുന്നു. സുന്ദരമായ അവസ്ഥ. 5. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ബോധത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ബോധവാനായിക്കൊണ്ട് നിങ്ങളുടേതായ സമയമെടുത്ത് കണ്ണുകൾ തുറക്കാവുന്നതാണ്. നിങ്ങൾ പൂർണ്ണ ബോധത്തിലാണ്, സുന്ദരമായ അനുഭവത്തിലാണ്. ഈ ജന്മജന്മാന്തര യാത്രയ്ക്ക് നമ്മളെ സഹായിച്ച ശരീരത്തോടും ഈ ശരീരം തന്ന മാതാപിതാക്കളോടും മഹാഗുരുക്കന്മാരോടും ആഴത്തിലുള്ള
നന്ദി മനസ്സിൽ കൊണ്ടുവരൂ. ഞാൻ ശരീരമല്ല, ശുദ്ധബോധമാണ്. ഈ ശരീരം എൻ്റെ വസ്തുവാണ്. ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെയാണ് മരണവും ജനനവും. ജനന മരണങ്ങളില്ലാത്ത ശുദ്ധബോധമാണ് ഞാൻ എന്ന ബോധത്തിൽ നിൽക്കാൻ സാധിക്കട്ടെ. ഈ ഒരു അവാച്യമായ അനുഭൂതി നമ്മൾക്ക് ലഭിച്ചതിന് കാരണമായ എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ നിറച്ചും കൊണ്ടുവരൂ. ഓരോ കോശത്തിലും നന്ദി നിറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കൂ. ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാനന്ദം നിങ്ങളിൽ കളിയാടുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നിങ്ങൾക്കിതുപോലെ പൂർവജന്മങ്ങളിലേക്ക് പോവാനും മറ്റ് പല ജന്മങ്ങളിലേക്കും പോവാനും കൂടുതൽ കാഴ്ചകൾ കാണാനും മെസ്സേജുകൾ സ്വീകരിക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം. ഇത്രയും നേരം വളരെ ഭംഗിയായി ഈ ധ്യാനം ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിസ്റ്റ്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഫോൺ നമ്പർ വഴിയോ അക്കാഡമി ഡോക്ടർ ശ്രീനാഥ് കാരയാട്സ് അക്കാഡമി ഫോർ ഹോളിസ്റ്റിക് ട്രെയിനിങ് എന്ന സ്ഥാപനത്തെ സമീപിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.